തൃശൂർ ആനന്ദപുരത്ത് ഒരു കുടുംബത്തുണ്ടായ കൊലപാതകമാണ്. അനുജനെ കൊലപ്പെടുത്തിയ ചേട്ടൻ എന്നുള്ളതാണ് ആ വാർത്ത. പ്രതി വിഷ്ണുവിനെ പുതുക്കാട് പോലീസ് പിടികൂടി. പ്രദേശത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഈ പ്രതി എന്നതാണ് അവിടെ നിന്ന് MS ലിഷോയി നൽകുന്ന വിവരം. ലിഷോയി, ഈ കേസുമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുമോ? എങ്ങനെയാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്? അതായത് ഇന്നലെ രാത്രിയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ആനന്ദപുരം കള്ളുഷാപ്പിൽ വെച്ച് ജ്യേഷ്ഠനും അനുജനും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു. അതൊരു സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. പിന്നീട് അനുജൻ യദുകൃഷ്ണനെ ജ്യേഷ്ഠൻ വിഷ്ണു കള്ളുകുപ്പി കൊണ്ടും പട്ടിക കഷ്ണം കൊണ്ടും തലക്കടിക്കുകയും അതുപോലെ തന്നെ ദേഹത്ത് ആസകലം അടിക്കുകയും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഗുരുതരമായി പരിക്കേറ്റതിന് ശേഷം ഈ അനുജനെ ആദ്യം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. രാത്രി 11 മണിയോടുകൂടി മരണം സംഭവിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഒളിവിൽ പോയ വിഷ്ണുവിനെ പുതുക്കാട് പോലീസ് ആ സമയം മുതൽ തന്നെ അന്വേഷിക്കുകയായിരുന്നു. തൊട്ടടുത്ത ഒരു പറമ്പിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇയാളെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതിനെ തുടർന്ന് ഇയാളെ തേടി പോലീസ് അവിടേക്ക് എത്തുകയും ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് പോലീസ് പിന്തുടർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു. പുതുക്കാട് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷം ഇയാൾക്ക് അപസ്മാരം പിടിപെട്ടു. അപസ്മാരം വന്നതിനെ തുടർന്ന് പിന്നീട് താലൂക്ക് ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ പ്രതി വിഷ്ണു ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ചികിത്സയിൽ കഴിയുന്ന ഈ വിഷ്ണു. MS ലിഷോയിയാണ് ആ കേസിന്റെ വിശദാംശങ്ങൾ നൽകിയത്. ഇന്നലെ